എന്നെ ഞാനാക്കിയത് സഖാവ് AKG ആണ്. AKG ഞാൻ ആദ്യം കാണുന്ന രാഷ്ട്രീയ നേതാവും കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് AKGയുടെ രൂപത്തിലാണ് ഞാൻ ഇന്നും കാണുന്നത്. 1953 ജൂണിലാണോ ജൂലൈയിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. സോവിയറ്റ് പര്യടനം കഴിഞ്ഞ് അവിടുത്തെ അനുഭവങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി സഖാവ് AKG നാടെമ്പാടും ചുറ്റി സഞ്ചരിക്കുന്ന ആ ഘട്ടത്തിൽ അന്നൊരു ദിവസം പെരുപ്പങ്കോട് എത്തിയിരുന്നു. പെരുപ്പങ്കോട് AKGയെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. അപ്പോൾ AKG രാവിലെ കൃത്യം 10 മണിക്ക് ഒരു വെള്ള അംബാസഡർ കാറിൽ വന്നിറങ്ങി. അദ്ദേഹം ധരിച്ചിരുന്നത് ചാര നിറത്തിലുള്ള ഒരു ചെക്ക് മുറുക്കയ്യൻ ഷർട്ടും ചിരിക്കുന്ന മുഖവും ആയിട്ടാണ്. അദ്ദേഹത്തെ കണ്ട മാത്രയിൽ തന്നെ ആളുകൾ AKG സിന്ദാബാദ് പറഞ്ഞ് ആകാശമുട്ട മുദ്രാവാക്യം വിളിച്ചു. പെരുപ്പങ്കോട് ശ്രീധരൻ നായർ എന്നെയും പിടിച്ച് AKGയുടെ പിന്നാലെ അദ്ദേഹത്തെ ക്ഷേത്ര മൈതാനത്തുള്ള ആൽത്തറ മണ്ഡപത്തിലേക്ക് നയിച്ചു. അവിടെ ഞാനാണ് ആദ്യം AKGയെ ഹാരാർപ്പണം ചെയ്തത്. ശ്രീധരൻ നായർ സാർ എന്നെ ഏൽപ്പിച്ച ചെമ്പരത്തി പൂമാല ഞാൻ അദ്ദേഹത്തിൻ്റെ AKGയുടെ കഴുത്തിലിട്ടു. AKG ചിരിച്ചുകൊണ്ട് അത് ഊരി അപ്പോൾ തന്നെ എൻ്റെ കഴുത്തിലേക്ക് തിരിച്ചിട്ടു. എന്നിട്ട് എന്നെ ചേർത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോൻ വളരുമ്പോൾ ഒരു നല്ല കമ്മ്യൂണിസ്റ്റാവണം. അതാണ് എൻ്റെ വാസ്തവത്തിൽ ജീവിതത്തിലെ വരദാനം ആയി എനിക്ക് അനുഭവപ്പെട്ടത്. അത് കഴിഞ്ഞ് AKG സുദീർഘമായി എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗം ആരംഭിച്ചു. അദ്ദേഹം അതിനു മുമ്പ് 6 മാസം മുമ്പ് സോവിയറ്റ് യൂണിയനിലായിരുന്നു. സഖാവ് സ്റ്റാലിൻ മരിച്ച ആ ഘട്ടത്തിൽ സഖാവ് AKG അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഒക്ടോബർ വിപ്ലവത്തിൻ്റെ വാർഷികത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇതെല്ലാം അദ്ദേഹം അനുഭവ വിവരണം നടത്തുമ്പോൾ സ്റ്റാലിനെ കുറിച്ചും അവിടുത്തെ സോവിയറ്റ് നിർമ്മാണത്തെക്കുറിച്ചും വളരെ വിശാലമായി വാചാലമായി സംസാരിക്കുകയുണ്ടായി. സ്റ്റാലിനെ കുറിച്ച് ഞാൻ ആദ്യമായി കേൾക്കുന്നത് സഖാവ് AKGയുടെ കണ്ടതാളത്തിൽ നിന്നാണ്. സ്റ്റാലിൻ്റെ കുട്ടികളുടെ സ്നേഹം, ചെറുപ്പക്കാരോടുള്ള സ്നേഹം, അവിടുത്തെ ജനതയോടുള്ള സ്നേഹം ഒക്കെ വാചാലമായി AKG വിശദീകരിച്ചു. അപ്പോൾ അതിന് ശേഷമാണ് ഈ സോവിയറ്റ് നിർമ്മിതിയെക്കുറിച്ചും സോവിയറ്റ് യൂണിയനെക്കുറിച്ച് എതിരാളികൾ പറയുന്ന അപവാദത്തെക്കുറിച്ചുമൊക്കെ സഖാവ് AKG വിശദമായി സംസാരിച്ചത്. പോകാൻ നേരം AKG എന്നെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, തീർച്ചയായും താനൊരു കമ്മ്യൂണിസ്റ്റ് ആവണം. പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മുരളി എന്ന് പറഞ്ഞു. അപ്പോൾ മുരളി ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സഖാവാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കാറിൽ കയറിപ്പോയ ആ രംഗം ഇന്നും ഞാൻ ഓർമ്മിക്കുന്നു. AKGയുമായി നേരിട്ട് ബന്ധപ്പെടുന്നത് 1963 നവംബർ മാസത്തിലാണ്. അപ്പോൾ ആ നവംബർ മധ്യത്തിലാണ് ഏറെക്കാലം മുടങ്ങിക്കിടന്ന AISFൻ്റെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി എന്നെയാണ് സ്വാഗത സംഘത്തിൻ്റെ സെക്രട്ടറിയായി തീരുമാനിച്ചത്. ഞാനന്ന് പാർട്ടിയിൽ വന്നിട്ട് ഏതാണ്ട് 2 വർഷമേ പൂർത്തിയായതേ ഉള്ളൂ. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന ഒരു കാലമാണ്. അന്ന് എൻ്റെ സ്നേഹിതൻ, എൻ്റെ സഹപാഠി R. ഗോപിയുടെ കൂടെ പാളയത്ത് ഒരു ലോഡ്ജിൽ താമസിക്കുകയായിരുന്നു ഞാൻ. ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു മീശ വച്ച പരുക്കനായൊരു മനുഷ്യൻ എൻ്റെ മുമ്പിൽ വന്നിട്ട് ആ ലോഡ്ജിൽ മുറിയിൽ വന്ന് ഞങ്ങളോട് ചോദിച്ചു, ആരാണ് ഇതിൽ പെരുപ്പങ്കോട് മുരളി? അപ്പം ഞാൻ പറഞ്ഞു, ഞാനാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ധരിച്ചത്
കണ്ടോൺമെൻറ് സ്റ്റേഷനിലെ പോലീസ് സ്റ്റേഷനിലെ വല്ല ഐഡിയും ആയിരിക്കുന്നതാണ്. കട്ടി വീശിയും പരുക്കൻ ശബ്ദവും ഒക്കെ ഉള്ള ഒരാൾ, അല്പം പോലും സ്നേഹത്തോടുകൂടി സംസാരിക്കുന്ന ഒരാളായി എനിക്ക് അനുഭവപ്പെട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും അദ്ദേഹത്തോടൊപ്പം ചെന്നു. അപ്പോൾ പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഒരാളുടെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാമായിരിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ കോസല രാമദാസ്, AKG നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിരിക്കുന്നു. AKG പൂജപ്പുര ഒരു വീട്ടിലുണ്ട്, അദ്ദേഹത്തെ കണ്ടിട്ട് ഞങ്ങളവിടെ കൊണ്ട് തിരിച്ചു കൊണ്ടാക്കാം. അപ്പോൾ എൻ്റെ സ്നേഹിതൻ പരിഭ്രമിച്ച് നിൽക്കുകയാണ്. അദ്ദേഹത്തോടൊരു വാചകവും പറയാതെ ഞങ്ങൾ നേരെ പൂജപ്പുര ചെന്നു. അപ്പോൾ അവിടെ ഏതാണ്ട് ഉദയസൂര്യനെ പോലെ സഖാവ് AKG ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മുരളിക്ക് എന്നെ ബോധ്യമായോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങ് മനസ്സിലാക്കിയോ? അപ്പോൾ തീർച്ചയായും പെരുമ്പങ്കോട്ടെ അന്നത്തെ ചെമ്പരത്തി പൂമാലയിടലും ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ AKGയുടെ ഓർമ്മശക്തിയെക്കുറിച്ച് അപ്പോഴാണ് ഞാൻ വിസ്മയിക്കുന്നത്. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് നടക്കുന്ന പ്രത്യയശാസ്ത്ര ഭിന്നതകളെക്കുറിച്ചും ചർച്ചകളെക്കുറിച്ചും വരാൻ പോകുന്ന വിദ്യാർത്ഥി സമ്മേളനത്തിൽ ചൈനീസ് വിദ്യാർത്ഥികളെ ലോക വിദ്യാർത്ഥി ഫെഡറേഷനിൽ നിന്ന് പുറത്താക്കാൻ നാഷണൽ കൗൺസിൽ തീരുമാനിച്ച കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. എന്നിട്ട് അദ്ദേഹം വിശദമായി ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്തെ പ്രത്യയശാസ്ത്ര ഭിന്നതകളെക്കുറിച്ച് ഏതാണ്ടൊരു ക്ലാസ് എടുക്കും പോലെ എന്താ ക്ലാസ് എടുക്കുകയാണെന്ന് എന്നെ ബോധ്യപ്പെടുത്താതെ വളരെ വിശദമായി സംസാരിച്ചു. അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ഒരു പ്രമേയം അവതരിപ്പിക്കണം. കാരണം ഔദ്യോഗികമായിട്ട് ചൈനീസ് വിദ്യാർത്ഥികളെ പുറത്താക്കാൻ വേണ്ടി ഒരു പ്രമേയം ആൻ്റണി തോമസ് അവതരിപ്പിക്കും. ആൻ്റണി തോമസ് അന്ന് പാർട്ടിയുടെ SF-ൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ആ സന്ദർഭത്തിൽ തീർച്ചയായും ഇതവിടെ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ആദ്യത്തെ ബദൽ രേഖ പാർട്ടി അഭിപ്രായ വ്യത്യാസം വന്ന കാലത്ത് ഉണ്ടായ ആദ്യത്തെ ബദൽ രേഖ അവതരിപ്പിക്കാനുള്ള ചുമതല സഖാവ് AKG എന്നെയാണ് ഏൽപ്പിച്ചത്. എന്നിട്ട് പൂജപ്പുര സാമ്പൻ എന്ന സഖാവ് വിളിച്ചെന്ന് AKGയുടെ കാറിൽ ഞാനും സാമ്പനുമായി തിരിച്ച് പാളയത്ത് എൻ്റെ ലോഡ്ജിൽ വന്ന് ചേർന്നു. തിരുവനന്തപുരത്ത് ശ്രീചിത്ര ഹിന്ദുമത ഗ്രന്ഥശാല ഹാളിൽ വച്ചായിരുന്നു സമ്മേളനം ഔപചാരികമായിരുന്നതുകൊണ്ട് വലിയ ആർഭാടമൊന്നും സംഘടിപ്പിച്ചിരുന്നില്ല. രുക്മിണിയമ്മയും CK ചന്ദ്രപ്പനും I വർഗീസുമായിരുന്നു പ്രസീഡിയത്തിൽ അധ്യക്ഷവേദിയിൽ. അപ്പോൾ പതിവ് പോലെ AKG പറഞ്ഞ പോലെ ആൻ്റണി തോമസ് ചൈനീസ് വിദ്യാർത്ഥികളെ അവതരിപ്പിക്കുന്ന ഒരു പ്രമേയം അവതരിപ്പിച്ചു. അപ്പോൾ അതിനു മുമ്പ് തന്നെ AKG എഴുതി തന്ന പ്രമേയം ഡയസിനെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ ആൻ്റണി തോമസ് വിശദമായി ആ പ്രമേയത്തെക്കുറിച്ച് സംസാരിക്കുകയും ചൈനീസ് വിദ്യാർത്ഥികളെ അപലപിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥി ഫെഡറേഷനിൽ നിന്ന് പുറത്താക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞാനൊരു പ്രമേയം തന്നിട്ടുണ്ട്, അതുകൂടി ചർച്ച ചെയ്യണം. അവൻ തയ്യാറായില്ല. അവനെ തുടർന്ന് ഞാൻ ഡയസിലേക്ക് പാഞ്ഞു ചെന്നു. ഡയസിൽ കയറി മൈക്കിൽ കൂടെ ഞാൻ എൻ്റെ പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ഉടനെ ബഹളമായി, മുദ്രാവാക്യമായി, സമ്മേളനം നിർത്തിവെച്ചു. സഖാവ് CK ചന്ദ്രപ്പൻ എന്നെ വിളിച്ച് മാറ്റി നിർത്തി എൻ്റെ പ്രമേയം പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ ശഠിച്ചു, ഒരു കാരണവശാലും നിങ്ങൾ ഔദ്യോഗിക പ്രമേയം അവതരിപ്പിച്ച സ്ഥിതിക്ക് ഞങ്ങളുടെ പ്രമേയം ചർച്ച ചെയ്യണം, വോട്ടിലിടണം എന്നാവശ്യപ്പെട്ടു. ഒടുവിൽ ചന്ദ്രപ്പൻ ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാക്കി ഔദ്യോഗിക പ്രമേയം പിൻവലിക്കാമെന്നും എൻ്റെ പ്രമേയം പ്രസിദ്ധീകരിച്ചതെന്നും പറഞ്ഞു. ഈ സന്ദർഭത്തിൽ കണ്ണൂരിൽ നിന്ന് വന്ന കുറേ സഖാക്കൾ AKG എഴുതി തന്ന പ്രമേയം
ആ സമ്മേളനത്തിൽ വിതരണം ചെയ്തു. ആകെ ഒരു ബഹളമായി. അങ്ങനെ സമ്മേളനം സമാധാനപരമായി പിരിയാൻ വേണ്ടി ഞങ്ങൾ ഔദ്യോഗിക പ്രമേയവും എൻ്റെ പ്രമേയവും പിൻവലിക്കപ്പെട്ടു. ആ സംഭവത്തിൽ AKG വഹിച്ച പങ്ക് എനിക്കിന്നും വിസ്മരിക്കാനാവില്ല. ഒരുപക്ഷെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്തുണ്ടായ ഭിന്നതയിൽ ആദ്യത്തെ തിരികൊളുത്തിയ ആൾ AKG ആണ്. AKG എന്നെയാണ് ആ ചുമതല ഏൽപ്പിച്ചത്. അത് ഞാൻ അഭിമാനപൂർവ്വം ഇന്ന് ഓർമ്മിക്കുന്നു.